ഇനി ഒരു അറിയിപ്പില്ലാതെ പണയപ്പണ്ടം ലേലത്തിൽ വിറ്റ് തുക വസൂലാക്കുന്നതാണെന്ന് ഈ നോട്ടീസിനാൽ അറിയിക്കുന്നു. അമ്മ മാല വല്ലതും കൊടുത്ത അച്ഛന് പണയം വെക്കാൻ? ഇല്ല. ഇത് പിന്നെ ആർക്കും നോക്കട്ടെ? നോക്കണ്ട നോക്കണ്ട. എന്താ അമ്മേ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ വരില്ലല്ലോ. വീടെങ്ങാനും ജപ്തിയാവോ? ഞാൻ ഉപ്പൻ അവിടെ വീട്ടിൽ പോകട്ടാ. 25,000 രൂപക്കാ? പിന്നെ ഇതെന്ത്? ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് വരാം. ഈ കാരണന്മാരെല്ലാം കൂടെ വിറ്റ് മുടിപ്പിക്കാണ്. ഞങ്ങളൊക്കെ എന്താ വെച്ച് വിറ്റ് ജീവിക്കും? അല്ല, PSC എഴുതുമ്പോ തന്നെ സ്വത്തല്ലേ കിട്ടാൻ പോകുന്ന. ഇതൊക്കെ ഇങ്ങനെ ഓരോ മൂലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ എന്തോടത്ത് ജീവിക്കുന്നു? അതിലിപ്പോ നീ എന്നാ വായിച്ചത്? എന്തു 25,000 രൂപ സ്വർണം പണയം? 25,000 രൂപയല്ലേ? അത് ഇപ്പഴല്ലേ അറിയുന്നു 25,000 നോക്ക്. 25,000 കുഞ്ഞു സംഖ്യ. അമ്മ എന്തിനെങ്കിലും വെച്ചതായിരിക്കും. അച്ഛമ്മ എന്താ മിണ്ടാന്ന് പോയത്? നിന്റെ അച്ഛന് വെച്ചു കൊടുത്തതായിരിക്കും. എന്തോ കളത്തിലുണ്ട്. അച്ഛമ്മ എല്ലാം മിണ്ടാന്ന് ടെൻഷനായി പോയെ. അതല്ലേ ചോദിക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞത്. എന്നാ പോയി ചോദിക്ക്. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നു. എന്തിന്? എനിക്കൊന്നും ബാങ്കാർ വന്നിട്ട് ഇറങ്ങി പോകുന്നു. നാണക്കേട്. ഇവിടുന്ന് പ്രശ്നം വരുമ്പോ അവിടെ പോയിരിക്കാൻ നിന്നെ അവിടെ സ്വീകരിക്കാൻ ആള് നിന്ന്. എന്തൊക്കെ നാണക്കേടാ. ഞാൻ PSC ഒന്നും എഴുതുന്നില്ല കേട്ടോ. ജീവിതാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കുറച്ച് നാണക്കേടൊക്കെ സഹിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് സുഖകരമായിട്ട് ജീവിക്കാനൊന്നും ചിന്തിക്കണ്ട. കാരണന്മാർക്കെല്ലാം സുഖമായിട്ട് ജീവിക്കാം. കണ്ടം വെക്കാം, മറ്റേത് വെക്കാം, മരത്ത് വെക്കാം. ഞങ്ങളൊക്കെ പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കടാ. അല്ലാണ്ട് കണ്ട സ്വത്തും കണ്ടിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി ഇരിക്കുവല്ല ചെയ്യേണ്ടത്. പിന്നെ ഉണ്ടാക്കി കിടക്കുന്ന അനുഭവിക്കാനല്ലേ? പോയാ മതി മതി, മുളകൊക്കെ മതി. എടേ എന്തോന്ന് ചെയ്യുന്നത്? ഒറ്റ കുത്തുവെച്ചിരും കേട്ടോ. ഇത് അരിഞ്ഞിട്ട് ഒന്നിച്ച് കഴിക്കാം. ഇപ്പൊ എടുക്കണ്ട. മുളക് പൊടി എന്റെ കയ്യിലിരിക്കണ വാരി എറിയും ഞാൻ. അങ്ങനെ വഴിക്ക് വാ, എന്നാ എടുത്തോ. അങ്ങനെ മര്യാദക്ക് പറ. കൊതി കൊതി. അല്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയാ സ്വർണം പണയം വെച്ചേ? എന്തുവാ? നിങ്ങൾ ആർക്ക് വേണ്ടിയാ അമ്മയുടെ സ്വർണം പണയം വെച്ചത്? അതിനാരമ്മ അച്ഛന് സ്വർണം പണയം വെക്കാൻ കൊടുക്കണേ? ആരെ അല്ല, എന്റെ അമ്മ. എന്റെ അമ്മ എനിക്ക് സ്വർണം തരും. പക്ഷെ ഞാനത് പണയം വെക്കത്തില്ല. ഇല്ല, അച്ഛൻ ഒട്ടും പണയം വെക്കില്ല. നല്ല ഉണ്ണി മോന. അതെ, എന്നെന്താ സംശയം? ആദ്യം ഉടായിപ്പൊക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വാ. എടി എന്തോ അടി ഇത്? ഈ വിവരമില്ലാത്തവളുടെ വിവരം പോലും നിനക്കില്ലല്ലോ. ആർക്കാ വിവരമില്ലാത്ത? എനിക്ക് നല്ല വിവരമുണ്ട്. വിവരമില്ലാത്തവരുടെ ഒരു വിവരം നിനക്കുണ്ട്. അതെന്ത് വിവരമാണ് ഈ വിവരമില്ലാത്തവർക്കുള്ള വിവരം? അങ്ങനെ ഒരു വിവരമുണ്ട്. അത് മനസ്സിലാക്കലെങ്കിലും ഒരു വിവരം വേണം. അത് നിനക്കില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ സ്വർണം പണയം വെച്ചത്? എന്റെ പുഷ്പ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ലേ സ്വർണത്തിന്റെ കാര്യം, പണയത്തിന്റെ കാര്യമൊന്നും. അല്ല, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നത് ഞാൻ കണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അച്ഛമ്മയായിരിക്കും. അമ്മേ, എന്നാലും എന്തു സ്വർണ്ണായിരിക്കും പണയം വെച്ചാൽ? അച്ഛമ്മയുടെ മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്റെ അച്ഛന്റെ സ്വർണ്ണപ്പല്ലായിരിക്കും പണയം വെച്ചത്. എന്തുവാ അങ്ങനെ വരലും കുത്തിക്കൊണ്ട് നിൽക്കുന്നത്? ഞാൻ ആരുടെ സ്വർണ്ണം ഒന്നും എടുത്തിട്ടില്ല, ഒന്നും പണയം വെച്ചിട്ടുമില്ല. പിന്നെ ആരായിരിക്കും അമ്മേ? അതറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്. പിന്നെ ആരായിരിക്കും അമ്മേ? പിന്നെ ആരായിരിക്കും അമ്മേ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന എന്നോട്? അല്ല, പിന്നെ ആർക്ക് വേണ്ടിയാന്ന് നമ്മൾ അറിയണ്ടേ? അതറിയണം. നമുക്ക് അമ്മയെ പോയി കണ്ടു ചോദിച്ചാലോ? നിങ്ങൾ പോയി ചോദിച്ചോ. ഞാൻ എന്തിനാ വരുന്നു? ചെന്ന് ചോക്കി. ഭയങ്കര സ്നേഹാ മോനോട്. എന്തൊക്കെ സ്നേഹപ്രകടനായിരുന്നു. നിങ്ങൾ ആക്കല്ലേ കേട്ടാ. എന്റെ അമ്മയുടെ എനിക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചോദിക്കുകയും ചെയ്യും കേട്ടാ. അതെ, ഇവിടെ നീ മാങ്ങ തന്നോണ്ട് നിൽക്കാതെ നിങ്ങളുടെ കൂടെ എന്റെ കൂടെ വാ. നമ്മളോട് ചോദിച്ചിട്ടൊന്നല്ല സ്വർണം പണയം വെച്ചത്. എടി, ഇത് എന്നോട് ചോദിച്ചിട്ടല്ലെന്ന് പണയം വെച്ചത്. നീ വാ. അത് നിങ്ങൾ പോയി ചോദിക്കേ. ഒരു മരി ചൊറിഞ്ഞ വർത്താനം പറയല്ലേ. എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ എന്തിനാ ഇവിടെ കലിതുള്ളി ഇവിടെ വന്നിട്ട് മറ്റേ CBI ചോദിക്കുന്ന പോലെ ഈ സ്വർണം പണയം വെച്ചത് ആരാണ് എന്തോ എന്നെ ചോദ്യം ചെയ്യാൻ പോണ പോലെ ചോദിച്ചല്ലോ. അത് ഞാൻ നിങ്ങളെ ആവശ്യത്തിനെ വെച്ചെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ ചോദിച്ചത്. അപ്പൊ നിങ്ങളല്ലാന്ന് പറഞ്ഞില്ലേ? ഞാനെന്തിനാ നിങ്ങളുടെ അമ്മേനോട് ചോദിക്കാൻ വരേണ്ടത്?
അച്ഛൻ ചോദിച്ചറിയാം, അച്ഛന്റെ പുന്നാരമ്മയല്ലേ. എടി കുത്തങ്ങട്ടോളം മേടിക്കും കേട്ടോ എത്തിന്ന്. പുഷ്പ ഒന്ന് വന്നേ. ഞാൻ വരില്ല. എടി ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാന്നുള്ള അറിയണ്ടേ? നമ്മൾ താമസിക്കുന്ന വീടല്ലേ? എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ വീട്ടില് ആളൊന്നും അല്ലേ? നിങ്ങളായി നിങ്ങളുടെ പാടായി. തള്ളക്ക് പറ്റിയ മകള്. ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചു കൊണ്ടുവരും. കത്തട്ടെ, ആളി കത്തട്ടെ കേട്ടാ. അയ്യോ, ഞാൻ തന്നെ വെച്ചു കൊടുത്തു. നല്ല കുത്ത്. അച്ഛനെന്താ? ഞാൻ പോയിട്ട് നിന്റെ അച്ഛനും അച്ഛമ്മേന്റെ ഗുസ്തി കണ്ടിട്ട് വരാം. ഇല്ലേ? നീ ഇതെല്ലാം റെഡിയാക്കിക്കോ. എന്തൊക്കെ സ്നേഹായിരുന്നു അമ്മയും മോനും തമ്മിൽ. നന്നായുള്ളൂ. എന്തായാലും പൊരിഞ്ഞടി കിടക്കും. നിന്നെ ഒന്ന് കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളൂല്ലേ? സ്വന്തം അമ്മയോട് ഇങ്ങനെ ആണെങ്കിൽ നാട്ടുകാരോടൊക്കെ നീ എങ്ങനെ ആയിരിക്കും? അമ്മേ എന്ത് എടാ ഇവളെന്നെ ചതിച്ചടാ. ചേട്ടാ, ഞാനൊരു സ്നേഹപ്പോക എന്ന് പറഞ്ഞിട്ട് ചന്ദനത്തിരിയുടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അത് തുടങ്ങിയിട്ട് അത് അങ്ങനെ ലാഭത്തിലായില്ല. നമ്മളിങ്ങനെ ബിസിനസ്സൊക്കെ പോകുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ താഴ്ന്ന് 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 ഉയർന്നു പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വന്നില്ല അത്. എന്നിട്ട് അതും കട്ട പൊഹയായല്ലോ. നീ ചെയ്യുന്ന ബിസിനസ് എല്ലാം താഴോട്ടേക്കാണല്ലോ പോകുന്നത്. അത് ബിസിനസ് ആവുമ്പോ അങ്ങനെയല്ലേ? അതിലിപ്പം അങ്ങനെ പറ്റിപ്പോയെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കടം വന്ന് അത്ര തന്നെ. അപ്പൊ ഞാൻ അമ്മയുടെ നിന്നൊരു വളം മേടിച്ച് അതിനു വേണ്ടി. ഏതിനു വേണ്ടിട്ട്? അല്ല, ബിസിനസ്സിലേക്ക് വേണ്ടി പണം ഇറക്കി വളം ഉണ്ട്. എടാ മോനെ, അവള് വളം മേടിച്ചല്ലോ, അതിന്റെ മുതലും അടച്ചിട്ടില്ല, പലിശ അടച്ചിട്ടില്ല. അതേ ഇപ്പൊ നോട്ടീസ് വന്നിരിക്കുക. ചേട്ടാ എനിക്ക് 25,000 രൂപ വരും. അവിടെ നിൽക്ക്. അതിനു മുമ്പ് എനിക്ക് അമ്മയോടാ ചോദിക്കാണ്. ഞാൻ ഈ വീട്ടിൽ തന്നെയാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് ഒരു നിവൃത്തിയില്ലാതെ പൈസ അവിടെ ഇവിടെ നിന്നൊക്കെ പലിശയ്ക്ക് കടം മേടിച്ചുകൊണ്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അമ്മ കണ്ടതല്ലേ? ഒരു നെല്ലട സ്വർണം പോട്ടെ, 1000 രൂപ എനിക്ക് ബിസിനസ് ചെയ്യാൻ അമ്മ തന്നിട്ടുണ്ട്. ഇല്ലല്ലോ? അനുഭവിച്ചോ? നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ. എന്നെ വിശ്വാസം ഇല്ല, മകളെ വിശ്വാസം ഉണ്ടല്ലോ, കൊടുത്തല്ലോ. പുഴുങ്ങി വെച്ചിരിക്കുന്നു സ്വർണ്ണം. ഇപ്പൊ തിരിച്ചു തരും. കയ്യിലോ കാലിലോ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിറ്റിട്ട് പണം എടുത്താൽ മതി. മോളെ വിശ്വസിച്ചിട്ട് മോള് നല്ല പണി തന്നില്ലേ? പണിയൊന്നുമല്ല, ഞാൻ അമ്മയ്ക്ക് വളം എടുത്ത് കൊടുക്കും. നീ എങ്ങനെ എടുത്ത് കൊടുക്കും? ഒരു 25,000 രൂപ എനിക്ക് തായോ? പോയി പറയടി. ഉണ്ടെങ്കിലും തരുന്നില്ല. ഞാൻ ചേച്ചിയോടല്ലേ ചോദിച്ചത്? ചേച്ചിതാ. അവളുടെ ഇല്ല തരാൻ. രണ്ടുപേരും തരൂല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ എനിക്ക് തന്നേ പറ്റുള്ളൂ മോളെ. നിങ്ങൾക്കിത് വരണം. നിങ്ങൾ എന്താണോ അമ്മേനെ വിളിക്കുന്നത്? ഞാൻ വിളിക്കും. ഇവിടെ സ്വർണ്ണമൊന്നും എടുത്തു തരാൻ പോകുന്നില്ല. ഈ സ്ഥലോ എന്താന്ന് വെച്ചാ വിട്ടിട്ട് കട അടച്ചു തീർക്ക്. എന്റെ അടുക്കല് ഇനി മേലെ പരാതിയും കൊണ്ട് വന്നേക്കില്ല. ഇങ്ങനൊരു മകനും ഇല്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവന് വിഷമായി കാണും. വിഷമായെന്ന് മാത്രല്ല, നല്ല പോലെ വിഷമായി. അമ്മ, ചേട്ടന് നല്ല വിഷമായി അമ്മ. അതെ, ഈ മാല വേണ്ട, ഈ ലോക്കറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാലേ വളെടുക്കാൻ പറ്റും. 25,000 രൂപ. മുക്കോണ്ട അമ്മ, അവളെ ചെപ്പക്കുറ്റിക്കോക്കിട്ട് ഒന്ന് കൊടുക്ക്. വള വെച്ചത് പോരാ പിന്നെ ലോക്കറ്റും ചോദിക്കുന്ന ചേച്ചിക്ക് എന്താണ്? ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നല്ലേ? അതെ, എന്റെ മരുമോളാ അവള് കേട്ടാ. അപ്പൊ അങ്ങനെയാ? നിങ്ങക്ക് വള എടുത്ത് തന്നാ പോരെ? വളം എടുത്തു തരണം. ഒരാഴ്ച നോട്ടീസ് പീരീഡ് ഇല്ലേ? ഒരാഴ്ച നോട്ടീസ് പീരീഡ് ഇല്ല. തരും. അതിന് മുമ്പ് എനിക്ക് എടുത്തു തരണം. തരും. തരും. ഓ, സ്വസ്ഥത തരുമോ? തരും. ഞാൻ തന്നില്ല, കാണിച്ചു തരും തന്നെ. തരും. സ്വർണം മേടിച്ചോണ്ട് പോയി ഈ എല്ലാം കഴിഞ്ഞിട്ട് ഇനി സ്വസ്ഥത തരുമെന്ന് പറഞ്ഞ് നിന്റെ അമ്മയെടുത്താണ് കിട്ടു കയറുന്നത്. ഇപ്പൊ ലോക്കറ്റിനും ചോദിക്കുന്നത്. അതേ മോനെ, എന്റെ ലോക്കറ്റ് വേണം നോക്ക്. അമ്മയുടെ ലോക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുമ്പോ തിരിച്ചടയ്ക്കും. എനിക്ക് ബിസിനസ് പൊളിഞ്ഞു പോയതല്ലേ? ബിസിനസ് മനുഷ്യന്മാര് വിചാരിച്ചിട്ടാണ് പൊളിയുന്നത്. പൊളിഞ്ഞു പോയി. മര്യാദക്ക് ഈ 4 കാലം നിൽക്കാതെ 2 കാലം നിന്നിരുന്നെങ്കിൽ ബിസിനസ് പൊളിയത്തില്ലായിരുന്നു. നിന്റെ സ്വഭാവം കുഴപ്പം കൊണ്ടാ. ഒരു പുക ബിസിനസ് തുടങ്ങിയിട്ട് അതിനപ്പുറത്തോട്ട് അതിന്റെ പരസ്യത്തിന് വേണ്ടി 1000 രൂപയല്ലേ നീ മുടക്കിയത്? പൈസയൊക്കെ ഞങ്ങളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തല്ലേ അമ്മ കൊണ്ട് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കണ എന്താ വെച്ചാല്, വള ഞാൻ എടുത്തു തരണമല്ലോ. എടുത്ത് തന്നിട്ട് ഞാൻ ബാക്കി പറയാട്ടാ. അതുകൊണ്ടൊന്നും അല്ല, നിന്നെ കൊണ്ട് ഇത് മാന്യമായിട്ട് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു തരും. എടുത്തു തരാൻ തരും. മര്യാദക്ക് സംസാരിക്കുന്നവര് അനിയത്തി.
ഇപ്രാവശ്യം പന്ത് ചേട്ടന്റെ ഗോൾ പോസ്റ്റിലാണ്, അടുത്ത പ്രാവശ്യം എന്റെ പോസ്റ്റിലേക്ക് വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിപ്പോഴെ നിന്നാണ്ടല്ലോ, നിന്നെ ബോൾ അടിച്ച് തെറിപ്പിക്കുന്നതിനെ തെറിപ്പിക്കും. പേടിച്ചിട്ടല്ല സരിത പോണത്, പൈസ സംഘടിപ്പിക്കാം. പോരെ? എളുപ്പം സംഘടിപ്പിച്ച് ഇങ്ങ് വന്നോണം. എളുപ്പമില്ല, സൗകര്യം. ഒരാഴ്ച സമയമില്ലേ, അതിന് മുമ്പ് തരണ പോരെ? തരും. അല്ലെ ഞാൻ അങ്ങോട്ട് വരും. നിന്ന നിപ്പിന് എസ്കേപ്പ് ആകുന്ന സാധനം ഇന്ന് എന്നെ എടുപ്പിക്കണം. തീർച്ചയായിട്ടും എടുപ്പിക്കാടി, എടുപ്പിക്കും ഞാനത്. തേങ്ങ പറയണു മാറണ്ട്. നീ മാറും. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു? നിങ്ങൾ കൂടു പറഞ്ഞോണ്ടിരുന്നേ. എടി എന്റെ വള എടുത്തോട്ട് തരണമെന്നാ പറഞ്ഞ. അവള് വേറെ ഒന്നും പറഞ്ഞില്ലേ നിന്നെ പറ്റി കേട്ടാ. അവളെ കിട്ട് കയറാൻ പറ്റൂ. ലോക്കറ്റ് ഇവിടെ വെച്ചേ, അതിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. അത് മുക്ക് കൊണ്ടാണ് ചേച്ചി. അത് നിന്നോട് പറഞ്ഞതല്ലേ, എനിക്കറിയാം ഗോൾഡാന്ന്. അപ്പൊ അമ്മ അത് മതി. അമ്മ ഞാൻ തിരിച്ചു തരും അമ്മ. ഇനി തരില്ല, ഇതും കൂടെ തരാൻ വേണ്ടിയല്ലേ. പോടി അവിടുന്ന്. അമ്മ എന്തിനാണ് ഇത്തിരി പ്രായത്തിൽ ഇത്ര സ്വർണ്ണം കിട്ടടക്കണത്? 5-8. ഹലോ, എവിടത്തേക്കാ കേറി പോന്നേ? എവിടത്തേക്കാ കേറി പോന്നത് മോള്? ഇത് എന്റെ 4 മക്കൾക്കുള്ളതാ, എനിക്കല്ല. അപ്പൊ എന്റെ മോളെന്താ ആകാശത്ത് നിന്ന് തവിട് കൊടുത്ത് മേടിച്ചത്? കട്ടിച്ചു വിട്ടതേ. നിങ്ങൾ കുറെ പൈസ കൊണ്ടല്ലേ വന്നത്? ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. ഞാനും അന്തസ്സോടെ തന്നെ ജീവിക്കുന്നത്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ ഈ സ്വത്തില് എനിക്ക് ഈ വീടിന്റെ പകുതി എനിക്കുള്ളതാണ്. ചോദിക്കറ എന്നിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് ചോദിക്ക്. അവളോട് എന്തോ ചോദിക്കാനാ? ഉള്ളത് മുഴുവൻ മൂറ്റി കൊടുക്കാൻ ഇവിടെ ആളിരിക്കുകയല്ലേ. തിരിച്ചു തരാൻ പോകുന്ന സാധനല്ലേ, അല്ലാണ്ട് ആവിയായി പോയതല്ലല്ലോ. അല്ല നിക്കട്ടെ, ഏത് വളയാ കൊടുത്തത്? എടി അത് ആ കനമുള്ള വളയാണെന്ന് തോന്നുന്നു. കുറെ ഉണ്ടായിരുന്നല്ലോ അമ്മ. കൂറിവിടെയും ചോറിവിടെയും കൂറിവിടെ അവിടെ വെള്ളിക്കല്. എനിക്ക് ആരുടെ കൂറൊന്നും കിട്ടില്ല. അറിയാണ്ട് ഞാനൊരു വള മേടിച്ചു പോയി. അത് ഞാൻ ബിസിനസ് വലുതാവും ചോദിച്ചു വാങ്ങിച്ചത്. നിർത്ത്. ഇതിപ്പോ ബാങ്കിൽ നിന്ന് മറ്റേ നോട്ടീസ് വന്നോണ്ടല്ലേ ഞങ്ങൾ ഈ വള തന്ന ഊര് അറിഞ്ഞത്. ഇല്ലെങ്കിൽ അറിയുമായിരുന്നു. പക്ഷെ അതമ്മ നമ്മളോട് ചെയ്തത് ചതിവാ. ഒരു ഇതല്ല ഇത് കൂടാതെ എന്തൊക്കെയോ അമ്മ കൊടുത്തിട്ടുണ്ട്. അതല്ലേ ഈ മുഖത്തൊരു ഒരു ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഇതെന്റെ മകളല്ലേടാ. അവളൊരു ആവശ്യം വന്നപ്പോ ഞാൻ ഒരെണ്ണം കൊടുത്തു. എന്നാ അച്ഛന്റെ സ്വർണ്ണപ്പല്ല ഇവിടെ? സ്വർണ്ണപ്പല്ലിലേക്ക് കിടക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ വളയുടെ കാര്യമല്ലേ നമ്മൾ സംസാരിക്കുന്നേ. കേട്ടല്ലോ. അല്ല നമുക്കത് അറിയണം. സ്വർണ്ണപ്പല്ല ഇവിടെ ആദ്യം ഞാൻ വെക്കേണ്ട അടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെപ്പോ കാണിക്കുന്നില്ല. അത് സരിതയ്ക്കാണോ കൊടുത്തിരിക്കുന്നത്? സരിതയുടെ മകൾക്കാണോ കൊടുത്തത്? എടാ ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചോളാം. നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവണ്ടെന്ന്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും കുലുമാലി പോയി ചായിട്ട് പിന്നെ വരും. എടാ പ്രകാശ മകനെ, പലിശ അടച്ചിട്ടില്ലെങ്കിൽ ലേലത്ത് പോവേ. വള ലേലത്ത് പോവും. എത്ര പവന്റെ വളയാ കൊടുത്തത് എനിക്കറിയണം. അമ്മ ഒരു വള എടുത്ത് ചേട്ടനെ കൊടുക്ക്. അപ്പൊ ചേട്ടന്റെ എല്ലാ പ്രശ്നം തീരും. നമ്മൾ അങ്ങനത്തെ സ്വഭാവം പഠിച്ചിട്ടില്ല. ഒരു വള എനിക്ക് ഒരു വള ചേട്ടനും. അപ്പൊ ചേട്ടൻ എല്ലാ പ്രശ്നം തീർന്നു. ഇത് ഒരെണ്ണം കിട്ടാത്തതിന്റെ പ്രശ്ന എന്റെ മേക്കിട്ട് കയറുന്നത്. ബിസിനസ് ആവുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ വളയൊന്നും വേണ്ട. ഞാൻ മാന്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അമ്മയുടെ വള കൊണ്ടുപോയി നീ പുട്ടടിച്ചിട്ട് അതിന് എന്റെ വായ അടപ്പിക്കാൻ വേണ്ടി എനിക്ക് കൂടെ വള തരാൻ. അയ്യോ എടി അവളെ പിടിച്ച് ഞെക്കല്ലടി. പറഞ്ഞത് കേട്ടില്ലേ? ഒരു വളയെടുത്ത് കൊടുക്കുക എന്നൊരു പ്രശ്നം തീരുന്നു. അവനെ നമ്മളെ കൊടുക്കൂല. അവനെ നമ്മളെ കൊടുക്കുന്നു പ്രതീക്ഷിക്കാൻ വേണ്ട. അത് കൊള്ളാലോ. ഈ രാക്ഷസി മേത്ത് കൈയായിട്ട് അങ്ങനെയല്ല അവൾ ഉദ്ദേശിച്ചത്. അവള് മേടിച്ച വളക്ക് നമ്മൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ട് അമ്മയുടെ ഒരു വളയെടുത്തിട്ട് പ്രകാശേട്ടന് കൊടുക്കുന്ന അവള് പറഞ്ഞത്. എനിക്ക് ബോധം പോയില്ല പെണ്ണേ. പിന്നെ ഇല്ലല്ലോ എന്റെ അമ്മക്ക്. അല്ല അമ്മയുടെ മോനല്ലേ അമ്മ കൊടുത്തൊരു വള. അപ്പൊ ചേട്ടന്റെ വായ അടഞ്ഞോളൂ. വേണ്ട, ഞാൻ ആർക്കും തരില്ല. രണ്ടും കൂടെ അടിക്കൊള്ളു. അനാവശ്യം പറയുന്നത് കേൾക്കുന്നില്ലേ? എന്നെ തന്നെ ഞാൻ തിരിച്ചു ഞാൻ. നിങ്ങൾ എന്നെ തല്ലിയത് കണ്ടില്ല? ഈ തല്ലാര് പറഞ്ഞു നിന്റെ ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിക്കും. കുടുംബത്തെ തലം പോലെ ഉണ്ടാക്കാതെ. എന്നെ തല്ലിയപ്പോ ഒന്ന് സമാധാനം ആയില്ലേ നിങ്ങൾക്ക്? നീ അവളെ തല്ലിയത് എന്തിനാ? അതുകൊണ്ടല്ലേ അവള് തിരിച്ചു തല്ലിയത്. അത് അവളെ അനാവശ്യം പറഞ്ഞതുകൊണ്ടാ തല്ലിയത്. വളയുടെ പേര് എടാ നിന്നോട് വളയുടെ ഒന്ന് സമാധാനം തന്നെ. നിങ്ങൾ എന്താ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നേ? തല്ലിയതല്ല, അവൾ ആ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ എന്താ മിണ്ടാതിരുന്നേ? അപ്പൊ വള കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. ഞാനല്ലേ ആദ്യം സംസാരിച്ചത്. നീ എന്റെ വള തന്നെ ഇപ്പൊ അലമാര തുറക്കുന്നു വിചാരിച്ചിട്ട് ഇപ്പം വരും. ഇല്ല, കാണുന്നില്ല. അല്ല എന്തിനാ ഇവിടെ നിൽക്കുന്ന? പോയാ രണ്ടു ഇറങ്ങി എന്റെ മുറിന്ന് പോ. ഇറങ്ങി പോടുന്നു. നിധി വെച്ചിരിക്കുകയാണല്ലോ മുറിക്കകത്ത്. ഇറങ്ങി പോടുന്നു രണ്ടും. ഇറങ്ങി പോകാനോ പറഞ്ഞു. എടാ പ്രകാശ വിളിച്ചോണ്ട് പാടാ നിന്റെ. ഇങ്ങനെ പുഴുങ്ങി എല്ലാം കൂടെ വെച്ചോ കേട്ടോ. എന്നിട്ട് അവസാനം ഇതുപോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകും മകള് വന്ന്. കൊള്ളാം. രണ്ട് മക്കള് ചത്താ മതി എനിക്ക്. എടി ശാലിനി, നീ എവിടെന്തെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ചാടി. 300 രൂപയാ. അതിന് മറ്റോടുണ്ട് കൊടുക്ക്. ഒരക്ക അപ്പച്ചി എന്താ ഇങ്ങോട്ട് നോക്കേ.
ഇങ്ങോട്ട് നോക്ക്. നോക്കി പൂ കണ്ടു ഞാൻ. അപ്പച്ചി ഉള്ളത് പറയാലോ, എന്റെ കമ്മലായോണ്ട് ഞാൻ പറയുമല്ല. ഏത് മെനക്കെട്ട മോന്ത ഇട്ടാലും നല്ല സൂപ്പർ കമ്മല. ഇതാ പെണ്ണെ, ഞാൻ അല്ലാതെ പറഞ്ഞു നിൽക്കണ്. ഈ ചെകച്ചോട് വന്നാണ് ഞാൻ മുതകിട്ടി നല്ല തട്ടിട്ടു ഞാൻ. പക്ഷെ എന്താ പച്ചി, ഞാൻ പച്ചീനെ പുകഴ്ത്തിയതല്ലേ. ഇങ്ങനെയാണോ പോത്തുന്നത്? ഇവിടെ മാറി നേടി. ഈ അമ്മയ്ക്ക് എന്താ എന്താ അച്ഛമ്മ ഇത്രയ്ക്ക് കളിപ്പ്? ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നല്ല, ഞാൻ എന്റെ ബോളുമായിട്ട് സംസാരിക്കാൻ വന്നാ. ഞാൻ അച്ഛമ്മയുടെ എന്നോട് മുണ്ടെന്നാ പറഞ്ഞ. വിളിക്കുന്ന കേക്കാൻ മേലേ. ഇത്ര അടുത്തുന്നല്ലേ പറയണത്? ദി എന്ന് പറഞ്ഞാലും കേക്കാം, ഡേ എന്ന് പറയണ്ട. എന്നാ ഞാൻ പറയാം. എന്റെ വള എനിക്ക് എടുത്തു തരണം. എന്നിട്ട് നീ ഇവിടുന്ന് എവിടെ വെച്ചാ പൊക്കോ, ഇങ്ങോട്ട് കേറുകയേ വേണ്ട. അതിനു വേണ്ടി തന്നെ പൈസ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കണേ. എടുത്ത് തരാം. എപ്പ എടുത്തു തരാം? കുറെ നാളായാലും കേൾക്കുന്നത്. എനിക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇന്ന് തന്നെ എന്റെ വള എടുത്ത് കിട്ടണം. നോട്ടീസ് വന്നപ്പോ ഒരാഴ്ച സമയമില്ലേ? ഒരാഴ്ച ആയിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഇത്ര തിളക്കണം എടുത്തു തരും ഞാൻ. നീ അതും കൊണ്ട് പോകുമെന്ന് എനിക്കറിയാം. എനിക്കൊന്നും പറഞ്ഞ എനിക്ക് എന്റെ വള കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ ക്ഷമിക്കില്ല കേട്ടോ. സരിതേ, എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. അമ്മക്ക് എടുത്തന്നാ പോരെ? ആ, ഞാൻ എടുത്തു തരും. ഇന്ന് തന്നെ എടുത്തു തരും. എന്റെ മോളോട് സത്യം, ഞാൻ എടുത്തു തരും. തറും 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 ഇത് കേൾക്കുന്നുണ്ട് ഞാൻ. എത്ര നാളായി മേടിച്ചോണ്ട് തരും അമ്മേ. നീ എന്ന് നോക്കി പഠിപ്പീണ്. ഈ അപ്പച്ചി വെറുതെ കള്ളിയാ അച്ഛമ്മ, എടുത്തു തരത്തൊന്നുമില്ല. കള്ളിയല്ലടി, കള്ളിയല്ല. കള്ളിയും കാട്ട് നീലിയടി ഞാൻ കണ്ടിട്ട് വണ്ടി അതിനെ ഞാനും പറഞ്ഞു. മൊക്കോടോന്ന് കടിച്ചു കയറി ഞാൻ. പൈസ എടുത്താ പോരെ? വള എടുത്തു തരും. തന്നില്ല ഞാൻ കാണിച്ചു തരാടി നിന്നെ. നടച്ചു വെക്കി. സ്വസ്ഥത തരും മനുഷ്യൻ, സ്വസ്ഥത. സ്വസ്ഥത അവളുടെ. ഓടുന്നു മനുഷ്യന് തരും. കുണു 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 പറയണ്ട. കുറച്ച് സമാധാനം തന്നാ മതി. ഞാൻ എടുത്തു തരും. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ, നിന്റെ വഴി ഞാൻ കുറെ കണ്ടതാ. ഇപ്പൊ തരാമേ, നാളെ തരാമേ എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം അടി നീ എന്നെ പറ്റിക്കുന്നേ. എനിക്കൊന്നും പറഞ്ഞു. എന്റെ വള കിട്ടിയില്ലെങ്കിൽ സരിതേ, എന്റെ സ്വഭാവം മാറും. അമ്മക്ക് സ്വർണ്ണത്തോടുള്ള ആക്രാന്തം മാറിയില്ലേ? ആ, മാറൂലടി. കഴുത്തിലുണ്ട്, കയ്യിലുണ്ട്. മോൾക്കൊരു വള തന്നേനാണ്. നിങ്ങളൊരു അമ്മയാണോ അത്? എടി, നിനക്ക് തരാൻ പറ്റത്തില്ലടി എന്റെ വളയൊന്നും. കള്ളത്തരം കാണിക്കാർക്ക് അവരെ അങ്ങനെ പറയാൻ പറ്റൂ. നീ കൂടുകൂടെ പറയണ്ട. ഈ കമ്മല് ഞാൻ തരാൻ ഉദ്ദേശിക്കണില്ല. തരൂല ഞാൻ. കുറച്ചു കാലം ഞാനിട്ട് നടക്കട്ടെ. അച്ഛമ്മ എന്റെ കമ്മല അച്ഛമ്മ. തരില്ല, തരില്ല. നീ കേസ് കൊടുക്ക്. എടി, സൂക്ഷിക്കാൻ പഠിക്കണം പെണ്ണുങ്ങളായാൽ കേട്ടാ. അല്ലാതെ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ട് നടന്ന പോരാ. എനിക്ക് അത് തന്നെ പറയാനുള്ളത്. കിക്കി കിക്കി തരും. വളെടുത്ത് തരും കേട്ടാ. അവക്കടെ കമ്മലും അടിച്ചു മാറ്റി. കൊള്ളാലേ അവള്. എന്നാലും അപ്പച്ചി പറഞ്ഞ ആ വഴി ഏതായിരിക്കും? എന്റെ മോളെ എങ്ങാനും കുറ്റം പറഞ്ഞാലുണ്ടോ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. ചുമ്മാ പറഞ്ഞല്ലേ അച്ഛമ്മ? ചുമ്മാ പറയുന്നു. ഇങ്ങനെ വിളയാടണ്ട കേട്ടോ എന്റെ കൊച്ചിനെ കുറ്റം പറഞ്ഞു വെച്ചു. അങ്ങനെ പേടി അങ്ങട്. കൊച്ചിനെ തന്നെയാണ് ചീത്ത വിളിച്ചിട്ട് പോണേ. ആ, അതെ അതെ. സാധനം വച്ച കാണത്തില്ല. അല്ല, നിങ്ങൾ എന്തിനാ എന്റെ അലമാരയിലെ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിടുന്നേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. ആ, എന്നാ വലിച്ചു വാരിട്ടോ. എടി, ഇതിനകത്ത് മടക്കി വെച്ചിരുന്ന എന്റെ വെളുത്തയിൽ കറുത്ത വരെയുള്ള ഷർട്ട് എവിടെ? അതിന് വെളുത്തേൽ കറുത്ത വരെയുള്ള ഷർട്ട് നിങ്ങൾക്ക് ഇല്ലല്ലോ. എടി, വെളുത്തയിൽ കറുത്ത വരെയുള്ള ഷർട്ടല്ലേ നീയാണോ തീരുമാനിക്കുന്നത്? പിന്നെ ഞാനല്ലേ നിങ്ങളെ ഭാര്യ, അപ്പൊ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? പുഷ്പേ, കളിക്കരുത്. ആ, അങ്ങനെ മര്യാദക്ക് പറ. ആ ഷർട്ട് ഞാൻ അലക്കാനിട്ടു. എന്തുവാടി ഇത്? എന്നോട് ചോദിക്കാതാണ് എന്റെ തുണിയൊക്കെ എടുത്തോണ്ട് അലക്കാനൊക്കെ ഇടുന്നത്. പിന്നെ മുഷിഞ്ഞ് നാർന്ന ഡ്രസ്സ് എന്നാ ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ എന്നോട് ചോദിക്കാതെ എന്റെ തുണിയെ തൊട്ടുപോലും. ആ, തൊടുന്നില്ല. നിങ്ങൾ തന്നെ അലക്കിക്കോ. ഇനി ഇവിടെ കിടന്ന് വല്ലതും പറഞ്ഞാട്ടല്ലോ നിന്നെ എടുത്തിട്ട് ഞാൻ എന്നെ ഇട്ട് അലക്കും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇത്ര ചൂടാവുന്നത്? നിങ്ങൾ അമ്മ സ്വർണം പണയം വെക്കാൻ തരാത്തത് കൊണ്ടല്ലേ? അതിന് എന്റെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. അമ്മ, ഞാൻ പിന്നെ വരാ. നീ എന്തിനാ കമ്മാന്ന് വിളിച്ചോണ്ട് ഓടി വന്നു? അല്ല, അത് എനിക്ക് അമ്മയോട് ഒരു സീക്രട്ട് ആയി പറയാനാ. അങ്ങനെ അമ്മയോട് മാത്രമായിട്ട് സീക്രട്ട് ഒന്നും പറയണ്ട. നീ ഇപ്പൊ പറഞ്ഞേ. അച്ഛനോട് പറയാൻ പറ്റിയ കാര്യമല്ല. മര്യാദക്ക് പറഞ്ഞിട്ട് പോകുന്ന നിനക്ക്. അവൻ എന്നോട് പറയാനല്ലേ വന്നത്? അപ്പൊ എന്നോട് മാത്രം പറഞ്ഞാൽ മതി.